വചനജായ 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 വചനജായ. അടുത്ത മുറിയിലെ വിശുദ്ധൻ എന്നുള്ളൊരു ചിന്ത ഫ്രാൻസിസ് മാർപ്പാപ്പ പങ്കുവച്ചിട്ടുണ്ട് തൻ്റെ ഒരു ചാക്രിയ ലേഖനത്തിൽ. അടുത്ത മുറിയിലെ വിശുദ്ധൻ എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത് നമ്മളുടെയൊക്കെ കൂടെ വസിക്കുന്നവർ, അവരിലും ഒത്തിരി വിശുദ്ധിയുണ്ട്, അവരെ ആദരവോടുകൂടെ കാണണം, അവരെയും പരിഗണിക്കണമെന്നുള്ളൊരു ചിന്തയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ അതിലൂടെ നമ്മളിലേക്ക് തരുന്നത്. കാരണം ഇന്ന് ലോകത്ത് അത്രമാത്രം വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും പകയുടെയും ഒക്കെ ഒത്തിരി കനലുകളിങ്ങനെ എരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത മുറിയിൽ ഒരു വിശുദ്ധൻ എന്നുള്ള ചിന്ത തീർച്ചയായിട്ടും നമ്മളെ കൂടുതൽ വിശുദ്ധിയിൽ വളരുവാനും മറ്റുള്ളവരെയൊക്കെ ആദരവോടുകൂടെ കാണുവാനും ഒക്കെ ആയിട്ട് സാധിക്കും. ആ ഒരു ചിന്ത ഒരുപക്ഷെ നമുക്ക് ഈ തിരുഹൃദയത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊക്കെ കോറിയിടേണ്ടതാണ്. നമ്മളുടെ കുടുംബത്തിലും നമ്മളൊക്കെ ജോലി ചെയ്യുന്ന ഇടങ്ങളിലുമൊക്കെ നമ്മളോടൊത്ത് സഞ്ചരിക്കുന്ന ഒത്തിരി വ്യക്തികളിൽ ഒത്തിരി നന്മയുണ്ട്. ആ നന്മ കാണുവാനും ആ നന്മ മനസ്സിലാക്കുവാനും ആ നന്മ നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം. അതാണ് നമ്മളുടെ ഒന്നാമത്തെ ചിന്ത. ഒരിക്കൽ ഫ്രാൻസിസ് മാർപ്പാപ്പയോട് ചോദിച്ചു, വാട്ട് ഈസ് ദ ചർച്ച്? എന്താണ് സഭ? അപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പ കൊടുത്തൊരു ഉത്തരം ഇതാണ്, ചർച്ച് ഈസ് എ ഹിസ്റ്ററി ഓഫ് ലവ്. അത് സ്നേഹത്തിൻ്റെ ഒരു സംസ്കാരമാണ്. തീർച്ചയായിട്ടും അതുതന്നെയാണ് തിരുഹൃദയ സംസ്കാരം എന്ന് പറയുന്നത്. അതുതന്നെയാണ് സ്നേഹത്തിൻ്റെ സംസ്കാരമാണ്. നസ്രത്തിലെ ഈശോയുടെ ഹൃദയത്തിൽ സ്നേഹത്തിൻ്റെ ഒരു വിപ്ലവമുണ്ടായിരുന്നു. അതാണ് നമ്മൾ തിരുഹൃദയ തിരുനാളിലൂടെ ആഘോഷിക്കുന്നത്. ചർച്ച് ഈസ് എ ഹിസ്റ്ററി ഓഫ് ലവ്. 2000 വർഷത്തെ സ്നേഹജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യമാണ് നമ്മൾ കൊടുക്കുന്നത് സഭയിലൂടെ. സ്നേഹത്തിൻ്റെ സംസ്കാരമാണ് ഇതിലൂടെ നമ്മൾ പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതുതന്നെയാണ് തിരുഹൃദയ സംസ്കാരവും. മറ്റൊരിക്കൽ ഫ്രാൻസിസ് പാപ്പ ഇങ്ങനെ പറയുകയുണ്ടായി, ചർച്ച് ഈസ് എ ഫീൽഡ് ഹോസ്പിറ്റൽ ഇൻ എ വാർ സോൺ. യുദ്ധമുഖത്തെ ആശുപത്രിയാണ് സഭയെന്ന് പറയും. എന്താണ് യുദ്ധമുഖത്തെ പ്രത്യേകത? ഇന്നൊത്തിരി ചെറുതും വലുതുമായിട്ടുള്ള യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു അന്തരീക്ഷത്തിലാണ് നമ്മൾ ഈ ചിന്ത നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചർച്ച് ഈസ് എ ഫീൽഡ് ഹോസ്പിറ്റൽ ഇൻ എ വാർ സോൺ. യുദ്ധമുഖത്തിലെ ആശുപത്രി എന്ന് അർത്ഥമാക്കുന്നത് യുദ്ധമുഖത്ത് ഒത്തിരി വ്യക്തികൾ മരണാസന്നരായിട്ട് കിടപ്പുണ്ട്, മുറിവേറ്റ് കിടപ്പുണ്ട്, തിരസ്കരിക്കപ്പെട്ട് കിടപ്പുണ്ട്, ആരും പരിഗണിക്കാതെ കിടപ്പുണ്ട്, അർത്ഥപ്രാണരായിട്ട് കിടപ്പുണ്ട്. യുദ്ധമുഖത്തിലെ ഒരു അന്തരീക്ഷം എന്ന് പറയുന്നത് അതാണ്. അവിടെ സ്നേഹത്തിൻ്റെ കുറവുണ്ട്, ലാളനയുടെ കുറവുണ്ട്, ചേർത്ത് പിടിക്കലിൻ്റെ കുറവുണ്ട്. അവിടെ യുദ്ധത്തിൻ്റെ കൊലവിളി മാത്രമാണ്. അപ്പോൾ സഭ എന്ന് പറയുന്നത് യുദ്ധമുഖത്തെ ഒരു ആശുപത്രി എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത് ഈ ആശുപത്രിയിൽ നമ്മളെല്ലാവരെയും കൊണ്ടുവരികയാണ്, ആരെയും മാറ്റി നിർത്തുന്നില്ല. അവിടെ നമ്മൾ മുറിവ് വെച്ച് കെട്ടുന്നു. സ്നേഹത്തിൻ്റെ പരിലാളനങ്ങൾ കൊടുത്തുകൊണ്ട് ഈ മുറിവേറ്റ് കിടക്കുന്നവരെയും മരണാസന്നരായി കിടക്കുന്നവരെയുമൊക്കെ യുദ്ധമുഖത്തിലെ സഭയാകുന്ന ആശുപത്രിയിൽ കൊണ്ടുവന്ന് സ്നേഹം കൊണ്ടുവരെ പരിചരിക്കുമ്പോൾ അതാണ് ഏറ്റവും വലിയ സുവിശേഷ പ്രഘോഷണമായിട്ട് മാറുന്നത്. അപ്പോൾ തിരുഹൃദയത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ നമ്മുടെ മനസ്സിൽ കോറിയിടേണ്ട രണ്ടാമത്തെ ചിന്ത എന്ന് പറയുന്നത് അതുതന്നെയാണ്. അപ്പോൾ ഈ യുദ്ധമുഖം എന്ന് പറയുന്നത് ഒത്തിരി ദൂരങ്ങളിലേക്ക് പോകേണ്ട, നമ്മളുടെ രാജ്യത്താകാം, നമ്മുടെ സംസ്ഥാനത്താകാം, ഞാനും നിങ്ങളുമൊക്കെ വസിക്കുന്ന കൊച്ചു ഗ്രാമത്തിലാകാം. എവിടെ വെറുപ്പും വിദ്വേഷവുമുണ്ടോ, എവിടെ സഹോദരനെ സ്നേഹിക്കാതെ വരുന്നോ, അവിടെ യുദ്ധാന്തരീക്ഷം തന്നെയാണ്. ഇത് കുടുംബത്തിലാകാം, സന്യാസ സമൂഹത്തിലാകാം, ഇടവകയുടെ അന്തരീക്ഷത്തിലാകാം. യുദ്ധമുഖം എവിടെയും രൂപപ്പെടാം. അത് മാനുഷികമായിട്ടുള്ള ബലഹീനതയാണ്, നമ്മളുടെ സ്വാർത്ഥതയുടെ ഫലമാണ്. പക്ഷേ ഇവിടെ സഭ ചെയ്യേണ്ട ഏറ്റവും വലിയൊരു കാര്യത്തെയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഓർമ്മിപ്പിക്കുന്നത്. യുദ്ധമുഖത്തിലെ ആശുപത്രി പോലെ അത്രമാത്രം തീഷ്ണതയോടുകൂടെ വീണുകിടക്കുന്നവരെ, മുറിവേറ്റ് കിടക്കുന്നവരെ, തിരസ്കരിക്കപ്പെട്ടവരെ നമുക്ക് പരിചരിക്കുവാനായിട്ട് സാധിക്കുക. ഇതാണ് തിരുഹൃദയത്തിൻ്റെ രണ്ടാമത്തെ ചിന്ത. ഒപ്പം തന്നെ നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം, ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായത്തിൽ സമറിയാക്കാരനെ കുറിച്ച് പറയുന്നുണ്ട്. വീണുകിടക്കുന്നവനെ പരിചരിക്കുന്ന സമറിയാക്കാരൻ നല്ല സാന്നിധ്യത്തിൻ്റെ വക്താക്കളായിട്ട് മാറുക. തിരുഹൃദയം നമുക്ക് തരുന്ന മൂന്നാമത്തെ സന്ദേശം അതുതന്നെയാണ്. നല്ല സാന്നിധ്യം, വിശുദ്ധമായ സാന്നിധ്യത്തിൻ്റെ വക്താക്കളായിട്ട് നമുക്ക് മാറാനായിട്ട് സാധിക്കണം. ഈശോയിൽ നിന്ന് പഠിക്കുന്ന വലിയൊരു പാഠം അതുതന്നെയാണ്. എത്രയെത്ര വ്യക്തികൾക്കാണ്
നമ്മൾ സുവിശേഷം വായിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കുന്നു, ഈശോ നല്ല സാന്നിധ്യം കൊടുക്കുന്നു. ആ സാന്നിധ്യം, നല്ല സാന്നിധ്യം എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത് ആ വീണ് കിടക്കുന്നവരെ എടുത്തുയർത്തുന്ന നല്ല സാന്നിധ്യം, അത് സൗഖ്യ സാന്നിധ്യമായിട്ട് മാറുന്നുണ്ട്. ഉദാഹരണങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ പാപത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ കല്ലെറിഞ്ഞു കൊല്ലുവാനായിട്ട് എല്ലാവരും ഈശോയുടെ പക്കൽ കൊണ്ടുവന്നു കഴിയുമ്പോൾ എല്ലാവരും കല്ലുമെടുത്ത് ഇങ്ങനെ ഓങ്ങി നിൽക്കുകയാണ്. കനലെരിയുന്ന കണ്ണുകളാണ് അവിടെ. പക്ഷെ അവിടെ ഈശോ മാത്രമാണ് ഇവളെ മനസ്സിലാക്കുന്നത്. ഇവൾക്ക് നല്ലൊരു സാന്നിധ്യം കൊടുത്തുകൊണ്ട് പാപം ചെയ്യരുതും, നന്മയിലേക്കും സ്നേഹത്തിലേക്കും നീ മടങ്ങി വരിക എന്ന് പറഞ്ഞ് അവൾക്ക് പ്രതീക്ഷയുടെ ഒരു വാതിൽ തുറന്നു കൊടുക്കുന്നത് ഈശോയാണ്. അപ്പോൾ ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും അവളെ വെറുക്കുമ്പോഴും ഉപേക്ഷിക്കുമ്പോഴും സ്വീകരിക്കുന്ന നല്ല സാന്നിധ്യമായിട്ട് ഈശോയാണ് മാറുന്നത്. വീണ്ടും ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്ന സക്കേവൂസ് എന്ന വ്യക്തിയുണ്ട്. സക്കേവൂസ് ഈശോയെ കണ്ടുമുട്ടുന്ന നിമിഷം അവൻ എല്ലാവരാലും തിരസ്കരിക്കപ്പെട്ടവനാണ്, വെറുക്കപ്പെട്ടവനാണ്. പക്ഷേ അവൻ നല്ലൊരു പ്രതിജ്ഞ എടുത്തു കഴിയുമ്പോൾ ഈശോയുടെ ഹൃദയത്തിൽ തന്നെയാണ് അവൻ സ്ഥാനം കണ്ടെത്തുന്നത്. അപ്പോൾ ഈശോ അവന് നല്ല സാന്നിധ്യമായിട്ട് മാറുകയാണ്. അതായത് അവനെ സ്വീകരിക്കുന്ന സാന്നിധ്യമായിട്ട് അവന് സൗഖ്യം കൊടുക്കുകയാണ്. ഇതുപോലെ എത്ര ഉദാഹരണങ്ങളാണ് നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണുന്നത്. അപ്പോൾ ഈശോയുടെ തിരുഹൃദയ തിരുനാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ ഈശോയിലുണ്ടായിരുന്ന ഒരു വിപ്ലവത്തിൻ്റെ മാറ്റൊലി നമ്മളും സ്വീകരിക്കണം. നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മളത് ഏറ്റെടുക്കണം. അത് സ്നേഹവിപ്ലവമാണ്. അത് മറ്റുള്ളവരെ പരിചരിക്കുന്ന, മനസ്സിലാക്കുന്ന, അവഗണിക്കാത്ത, സ്വീകരിക്കുന്നൊരു വിപ്ലവം. അതിൻ്റെ വക്താക്കളായിട്ട് നമുക്ക് മാറുവാനായിട്ട് സാധിക്കണം. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ പറഞ്ഞ ചിന്തകൾ ഒരിക്കൽ കൂടെ മനസ്സിലേക്ക് കൊണ്ടുവരികയാണ്. അതായത് നല്ല സാന്നിധ്യത്തിൻ്റെ വക്താക്കളായിട്ട് നമുക്ക് മാറാനായിട്ട് സാധിക്കണം. നമ്മുടെ കുടുംബത്തിലും നമ്മളുടെ പൊതുസമൂഹത്തിലും ഇടവകയിലും നമ്മളുടെ രാജ്യത്തുമൊക്കെ ഇന്ന് നല്ല സാന്നിധ്യത്തിൻ്റെ വക്താക്കളായിട്ട് മാറണം. മറ്റുള്ളവരെ മനസ്സിലാക്കുന്ന സാന്നിധ്യം, മറ്റുള്ളവരുടെ കൂടെ ചേർന്ന് നടക്കുന്ന സാന്നിധ്യം, അവരെ പരിഗണിക്കുന്ന സാന്നിധ്യമായിട്ട് മാറണം. ഒപ്പം തന്നെ നമ്മൾ പറഞ്ഞൊരു കാര്യമാണ്, യുദ്ധമുഖത്തെ ആശുപത്രിയാണ് സഭയെന്ന് പറയുമ്പോൾ സ്നേഹവും പരിചരണവും കൊണ്ട് ഇന്നത്തെ സമൂഹത്ത് പല രീതിയിൽ മുറിവേറ്റ് കിടക്കുന്ന വ്യക്തികളുണ്ട്. ഇന്ന് വിദ്വേഷത്തിൻ്റെയും വെറുപ്പിൻ്റെയും ഒക്കെ ഒരു സംസ്കാരം നമ്മളുടെ നാട്ടിൽ, പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്ത് ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ ഇത് പുറത്തു വന്നിരിക്കുകയാണ്. അത്രമാത്രം ഒരു വിഭജനം ജനങ്ങളുടെ ഇടയിലേക്ക് വന്നു കഴിഞ്ഞു. അതിന് പല വ്യക്തികളും കാരണമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ഒരു സൗഖ്യ സാന്നിധ്യമായിട്ട് മാറണം നമുക്ക്. അത് തിരുഹൃദയത്തെക്കുറിച്ച് നമ്മൾ കൂടുതൽ ധ്യാനിക്കുമ്പോഴും ആ പ്രതിഷ്ഠ നടത്തി കഴിയുമ്പോഴും ആ ഒരു സ്നേഹത്തിൻ്റെ വിപ്ലവം നമ്മൾ രൂപപ്പെട്ട് കഴിയുമ്പോൾ വെറുപ്പും വിദ്വേഷവും ഒക്കെ മാറും. ഒപ്പം തന്നെ നമ്മൾ ചിന്തിക്കേണ്ട അവസാനത്തെ ഒരു കാര്യമാണ്, അടുത്ത മുറിയിലെ വിശുദ്ധൻ എന്നുള്ളൊരു ചിന്തയും നമ്മൾ കൊണ്ടുവരണം. അത് നമ്മളിലെ വിശുദ്ധി വർദ്ധിപ്പിക്കും, മറ്റുള്ളവരിലെ നന്മ കാണുവാനായിട്ട് നമുക്ക് സാധിക്കും. ആരെയും വെറുക്കാനും പറ്റില്ല. അപ്പോൾ ഈശോയുടെ തിരുഹൃദയത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ ഈ 2-3 കാര്യങ്ങൾ നമുക്ക് ധ്യാനിച്ചെടുക്കാം. അതുതന്നെ ആയിരിക്കട്ടെ ഏറ്റവും വലിയ തിരുഹൃദയ പ്രതിഷ്ഠയും ലോകത്തോടുള്ള കടപ്പാട് ഏറ്റുപറയുന്ന അവസരവും. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. വചനജായ 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 വചനജായ